എല്ലാ ഫേംസും ചെയ്യുന്നതാണ് 3D റെൻഡറിങ്. നമ്മുടെ ആ ഒരു ഈ ഫ്യൂച്ചർ വീട് നമുക്ക് നേരിട്ട് കാണാം. അപ്പം ശരിക്കും നമ്മൾ അങ്ങനെ കാണുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് പണിത് കിട്ടുമോ? പക്ക അതുപോലെ അല്ലെങ്കിലും അതുപോലെ തന്നെ മാക്സിമം വേണം. കാരണം നമുക്കൊരു പ്രൊഡക്റ്റ് സിസ്റ്റത്തിൽ ചെയ്യുന്നതും അത് റിയാലിറ്റിയിൽ വരുമ്പോൾ ഉള്ള ചെറിയ വ്യത്യാസം. ശരിക്കും ഈ 3 ഫേസ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമോ അല്ലെങ്കിൽ ലാഭമോ, ലൈക്ക് ഫ്യൂച്ചറിന് ശരിക്കും ഏതാണ് നല്ലത് എടുക്കുന്നത്? 3 ബെഡ്റൂമുള്ള വീടാണ് സിദ്ധാർത്ഥ് പണിയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് 3 ഫേസിന് ആവശ്യമില്ല. ആദ്യം വർക്ക് തുടങ്ങുന്നതിന് മുന്നേ സമാധാനപരമായി നിങ്ങൾക്ക് എന്തായിരുന്നാലും വീട് ഈ പറഞ്ഞ 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ അല്ല ചെയ്യുന്നത്. അടുത്തൊരു 40ഓ 50ഓ അല്ലെങ്കിൽ 2 തലമുറയ്ക്കോ ജീവിക്കാൻ വേണ്ടിയാണ്. ഹായ് സാർ, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. താങ്ക് യു സാർ. ഒരു കസ്റ്റമർ വീട് പണിയാൻ തുടങ്ങുമ്പോഴത്തേക്കും അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 3 ഘടകമാണ് ആർക്കിടെക്ചർ, പിന്നെ കൺസ്ട്രക്ഷൻ, പിന്നെ അതിൻ്റെ ഇൻറ്റീരിയർ. അപ്പം നമ്മളിത് ഒരു ഫേമിന് കൊടുക്കുന്നതാണോ നല്ലത് എല്ലാം കൂടെ, അതോ പല പല ഫേമിന് മാറ്റി കൊടുക്കുന്നതാണോ നല്ലത്? ലൈക്ക് ഏതാണ് കസ്റ്റമറിന് കൂടുതൽ ലാഭം, ഏതാണ് കസ്റ്റമറിന് കൂടുതൽ ഗുണം? ആക്ച്വലി സിദ്ധാർത്ഥ്, നമ്മളൊരു വീട് പണിയുക എന്നുള്ളത് ഒരു മലയാളിയുടെ ഒരു സ്വപ്നമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കുറച്ച് സ്വപ്നങ്ങളും കുറച്ച് എന്താ പറയുക ഐഡിയകളും കൊണ്ടായിരിക്കും ഒരു ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഐഡിയകളും നമ്മുടെ സജഷൻസും അല്ലെങ്കിൽ നമുക്ക് എന്തായിരുന്നാലും പ്രീവിയസ് ആയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി ഡിസ്കഷൻ ചെയ്ത് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് എല്ലാം റെഡിയാക്കിയിട്ടായിരിക്കും ഒരു ആർക്കിടെക്റ്റിനെ സമീപിക്കാൻ ചെയ്യുന്നത്. ആർക്കിടെക്റ്റിനെ ചെന്ന് കണ്ടതിന് ശേഷം ആർക്കിടെക്റ്റ് ആവാം, എഞ്ചിനീയർ ആവാം, ഒരു ഡിസൈനർ ആവാം, മെയിൻലി ആർക്കിടെക്റ്റിനെ കാണുന്നതായിരിക്കും ഉചിതം. ആർക്കിടെക്റ്റിനെ കാണുമ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ നമുക്ക് ആർക്കിടെക്റ്റ് വന്ന് ആ ടീം വന്നിട്ട് ലാൻഡാണ് ഫസ്റ്റ് കാണുന്നത്. നമ്മുടെ ലാൻഡ് വന്ന് കണ്ടിട്ട് മെഷർമെൻറ്റ് എടുത്തിട്ട് ആ ലാൻഡിന് യോജിച്ച രീതിക്കാണ് നമുക്കൊരു ഡിസൈൻ ചെയ്യുന്നത്. ഡിസൈൻ ചെയ്ത് നമ്മുടെ റിക്വയർമെൻറ്റും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. ഡിസൈൻ ചെയ്തതിന് ശേഷം അതിലാണ് പിന്നെ നമുക്ക് 3D വരുന്നത്, ഇൻറ്റീരിയർ വരുന്നത്, പിന്നെ ഈ കൺസ്ട്രക്ഷൻ അങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് നമുക്കൊരു പ്ലാനാണ് ആദ്യം വേണ്ടത്. ബേസിക്കായിട്ട് ആദ്യം ഒരു പ്ലാൻ ചെയ്തതിന് ശേഷം അതിൽ നമ്മുടെ റിക്വയർമെൻറ്റ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതൊരു ലേഔട്ടായി മാറുന്നു. അത് പിന്നെ അത് ഓക്കെ ആക്കാൻ ക്ലയൻറ്റിന് ഓക്കെ ആണെങ്കിൽ അത് ഡീറ്റെയിൽ ഡ്രോയിങ്ങിലോട്ട് പോകുന്നു, പിന്നെ അത് 3D പോകുന്നു, പിന്നെ അത് കൺസ്ട്രക്ഷനിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ സൈമൾട്ടേനിയസ്ലി ഇൻറ്റീരിയറിൻ്റെ വർക്കും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഇത് ഒരു ഫേം തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലയൻറ്റിൻ്റെ നീഡ് ആർക്കിടെക്റ്റിനും അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന കമ്പനിക്കും അല്ലെങ്കിൽ ആരാണോ ഡിസൈൻ ചെയ്യുന്നത് അവർക്കും അറിയാൻ പറ്റും, ക്ലയൻറ്റിനും അറിയാൻ പറ്റും. അത് തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഡിസൈനിങ് ഒരിടത്ത് ചെയ്തു, കൺസ്ട്രക്ഷൻ മറ്റൊരു കമ്പനിക്ക് കൊടുത്തു, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു, ഈ പറഞ്ഞ പോലെ ഇൻറ്റീരിയർ മറ്റൊരു ഫേം ചെയ്തു. അങ്ങനെ വരുമ്പോൾ അത് കുറച്ച് എന്താ പറയുക അത് അതുപോലെ തന്നെ വരാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ എപ്പോഴും നമുക്ക് പ്രോപ്പറായിട്ടൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രോപ്പറായിട്ട് ചാനൽ ഒരു 8 മാസം 10 മാസം അല്ലെ അതിന് മുകളിലോട്ടായിരിക്കും പ്രൊജക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ടീമിന് തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ടായിരിക്കും ഇതിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്കതിനത് അറിയാൻ കഴിയും എങ്ങനെയാണ് ഈ പോകുന്നത്. മറ്റൊരു കമ്പനിക്ക് കൊടുക്കുമ്പോൾ അത് ഡ്രോയിങ് ഈ പറഞ്ഞ എക്സിക്യൂഷൻ സൈറ്റിൽ എക്സിക്യൂഷനാണ് വരുന്നത്. ഡിസൈൻ ചെയ്യുന്ന മറ്റൊരാൾ, എക്സിക്യൂഷൻ ചെയ്യുന്ന വേറൊരു ടീമാകുമ്പോൾ നമുക്കൊരു അത് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. സാർ, നമ്മളിപ്പം ഒരു പണി ചെയ്യാൻ ഏൽപ്പിക്കുമ്പോഴത്തേക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളതാണ്. അതൊരു ബിൽഡറിനെ ഏൽപ്പിക്കണോ അതോ നമ്മുടെ പണ്ടത്തെ കൂട്ടൊരു മേസ്ത്രി ഏൽപ്പിക്കണോ? നമ്മൾ ശരിക്കും ആരടുത്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്? വീട് പണി എന്നുള്ളത് ഒരു എന്താ പറയുക ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരാളുടെ സ്വപ്നമാണ്. അപ്പോൾ ഈ വീട് പണി ഇതൊരു എന്താ പറയുക ഒരു എൻജിനീയറിങ് ഫാക്ടറും കൂടെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ലാൻഡ് എങ്ങനെയുള്ള ലാൻഡാണ്, അത് മണ്ണിൻ്റെ കപ്പാസിറ്റി, ബെയറിംഗ് കപ്പാസിറ്റി, സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി മുതൽ നമുക്ക് അങ്ങോട്ട് എല്ലാ ടെക്നിക്കലായിട്ടുള്ള ഒരേ ടെക്നിക്കൽ ഫീസിബിലിറ്റി എല്ലാം നോക്കിയിട്ടായിരിക്കും ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എന്തായിരുന്നാലും ഒരു മേസ്ത്രിക്ക് അതെന്തായിരുന്നാലും അങ്ങനെ ടെക്നിക്കൽ നോളേജോ അല്ലെങ്കിൽ എഞ്ചിനീയർ ബാക്ക്ഗ്രൗണ്ടോ ഇല്ലായിരിക്കും. അപ്പോൾ ഇതുള്ള നമുക്കിപ്പോൾ എന്താ പറയുക നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും, നാട്ടുവൈദ്യന്മാരുടെ പോകുന്നത്. പക്ഷെ എന്നാലും ഈ മേസ്ത്രി എന്ന് പറയുന്ന ആളിനെ നമുക്ക് ഒഴിവാക്കേണ്ടതില്ല. പുള്ളിക്കാരനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൺസ്ട്രക്ഷൻ നടക്കുള്ളൂ. എക്സിക്യൂഷന് വേണ്ടി അവർ വേണമല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ടെക്നിക്കൽ ഒരു ടീമിനെയാണ് ബന്ധപ്പെടേണ്ടത്. അപ്പോൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയോ ബിൽഡറെയോ മിനിമം ഒരു നല്ലൊരു കോൺട്രാക്ടറെയോ ആർക്കിടെക്റ്റിനെയോ ഒക്കെ ആയിരിക്കും. ഒരു സാധാരണക്കാരൻ വീട് പണിയാൻ പോകുമ്പോഴത്തേക്കും അവർ കോസ്റ്റ് നോക്കിയിട്ടായിരിക്കും എന്തായാലും പണിയുന്നത്. സോ അപ്പോഴത്തേക്കും അവർ നോക്കുന്നതായിരിക്കും പറഞ്ഞു കൂട്ട് സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണ്. അപ്പോൾ അങ്ങനെ സ്ക്വയർ ഫീറ്റ് റേറ്റ് മാത്രം നോക്കി പോകുന്നത് ശരിക്കും ഒരു ഉചിതമായ ഒരു തീരുമാനമാണോ? അല്ല. ഓക്കെ. ആക്ച്വലി നമുക്ക് വരുന്ന ചില കോളുകളിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ക്ലയൻറ്റ് ചോദിക്കുന്നത് നിങ്ങളുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണെന്നാണ്.
ആക്ച്വലി സിദ്ധാർത്ഥ് മനസ്സിലാക്കേണ്ടത് നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്നുള്ളൊരു ആ ഒരു ഇതിലല്ല വർക്കുകൾ നടക്കുന്നത്. അതെ. ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സിദ്ധാർത്ഥിൻ്റെ കയ്യിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിൻ്റെ പ്ലാനുണ്ട്, സിദ്ധാർത്ഥിൻ്റെ ഫ്രണ്ടിൻ്റെയിലും ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ പ്ലാനുണ്ട്. ഈ രണ്ടുപേരും നമ്മുടെ അടുത്ത് വരുമ്പോൾ രണ്ടുപേർക്ക് റിക്വയർമെൻറ്റ്സ് വ്യത്യാസമായിരിക്കും. ചിലപ്പോൾ എന്താ പറയുക, സിദ്ധാർത്ഥിൻ്റെ പ്ലോട്ടിൻ്റെ ഒരു ക്യാരക്ടർ അല്ലായിരിക്കും മറ്റേ പുള്ളിയുടെ ഇത്. അപ്പോൾ ടോട്ടലി എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ പറയുന്നത് നമ്മൾ എന്ത് മെറ്റീരിയലാണ് ചൂസ് ചെയ്യുന്നത്, ക്ലയൻറ്റിന് ക്ലയൻറ്റ് ഏത് നീഡ്സാണ്, ക്ലയൻറ്റ് എന്തൊക്കെയാണ് വേണ്ടത്, അത് ഇൻറ്റീരിയർ വരുന്നുണ്ടോ, അത് സ്ലോപ്പിംഗ് റൂഫാണോ ഫ്ലാറ്റ് റൂഫാണോ വേണ്ടത്, ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്, അതിൻ്റെ ബ്രാൻഡ് ക്വാളിറ്റി ഏതാണ്, പിന്നെ ഈ പറഞ്ഞ പോലെ അതിൽ ഇന്ത്യയിൽ തന്നെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഇതൊക്കെ ഏതാണെന്നുള്ള രീതിയിൽ നോക്കിയിട്ടായിരിക്കും ലാസ്റ്റ് ഒരു എസ്റ്റിമേഷൻ എടുത്തിട്ടായിരിക്കും റേറ്റിലോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ 1000 ഇന്നത്തെ ഒരു റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്നുള്ളത് നമുക്ക് 20 ലക്ഷം രൂപയ്ക്കും ചെയ്യാം, 25-നും ചെയ്യാം, 30-നും ചെയ്യാം. ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മൾ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ എലിവേഷൻ, അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് വരുന്നത്, നമ്മുടെ ലാൻഡ് എങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലോറി കയറുന്ന പ്ലോട്ടാണോ അതോ ഇടുങ്ങിയ വഴിയാണോ, അങ്ങനെയൊക്കെ ലേബർ കോസ്റ്റ് കൂടും. അപ്പോൾ കുറേ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും റേറ്റ് പറയുന്നത്. ഇത് എന്താ ഒരു റെഡിമെയ്ഡ് ആയിട്ട് നമുക്കൊരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയാൻ കഴിയില്ല. അപ്പോൾ ഓരോ പ്രൊജക്റ്റും ഡിഫറെൻ്റ് ആണ്, ഓരോ ക്ലയൻറ്റും ഡിഫറെൻ്റ് ആണ്, അവരുടെ റിക്വയർമെൻറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും റേറ്റിലോട്ട് വരുന്നത്. ഒരാളുടെ ലൈഫിൽ മിക്കവാറും ഒരു വീടേ പണിയത്തുള്ളൂ. അതെ, നമ്മുടെ മലയാളം അങ്ങനെയാണ്. അത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. സോ ഒരു ബിൽഡറിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്? ബിൽഡറിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് അവരെ ഇതിന് മുന്നേ ചെയ്ത പ്രീവിയസ് വർക്കുകൾ പോയി നേരിട്ട് കാണുക. പ്രീവിയസ് വർക്കുകൾ നേരിട്ട് കാണുക. അതിലുപരി അവരുടെ പഴയ ക്ലയൻറ്റുമായിട്ട് നമ്മൾ സംസാരിക്കുക. അവർ ഈ ഓൺ ടൈമിൽ പ്രൊജക്റ്റുകൾ കൊടുക്കുന്നുണ്ടോ, ഈ നമ്മൾ എഗ്രിമെൻറ്റ് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസും അതിൻ്റെ ക്വാളിറ്റിയും വർക്ക് സ്പെസിഫിക്കേഷനിലാണോ വർക്കുകൾ ചെയ്തത്, പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക കറക്റ്റ് ഈ പറഞ്ഞ ഡിസൈൻ നമ്മൾ എന്തായാലും 3D ചെയ്തിട്ടുണ്ടായിരിക്കും, ആ 3D ബേസ് ചെയ്ത് തന്നെയാണോ സൈറ്റ് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇവരെ 1, 2, 3 പ്രൊജക്റ്റുകൾ ചെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അവരെക്കുറിച്ച് രൂപരേഖ കിട്ടും. പിന്നെ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ റേറ്റ് നോക്കുക. ഓഫ്കോഴ്സ് പറഞ്ഞ പോലെ റേറ്റ് ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഈവൻ നല്ല എഗ്രിമെൻറ്റ്, കറക്റ്റ് എഗ്രിമെൻ്റ് ആണ് അവർ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയുക ക്യാഷ് കൊടുക്കുന്നുണ്ടല്ലോ, അതിൻ്റെ പേയ്മെൻറ്റ് ഷെഡ്യൂൾസ് എങ്ങനെയാണെന്ന് അത് നോക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അവരായിട്ട് തന്നെ 1, 2, 3 മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഫിക്സ് ചെയ്താൽ മതി ഈ ഇന്ന ബിൽഡറാണോ വേണ്ടത് അതോ മറ്റൊരു ബിൽഡർ തേടണം. എന്തായിരുന്നാലും നമ്മുടെ ഒരു ലിസ്റ്റിൽ 1, 2 ബിൽഡർ വെച്ചേക്കുക. അതിൽ നിന്നിട്ട് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഒരാളെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതെ. നമുക്കിപ്പം എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ സിവിൽ എഞ്ചിനീയറും ആർക്കിടെക്റ്റും ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്തുവാണ്? അതെ, ശരിക്കും എന്താണ് ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം? ആക്ച്വലി ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സിദ്ധാർത്ഥ്, നമുക്കൊരു റിക്വയർമെൻ്റ് ഉണ്ട്, വീട് പണി എന്നുള്ള റിക്വയർമെൻറ്റ് നമുക്കുണ്ട്. അത് നമ്മളൊരു ആർക്കിടെക്റ്റിനാണ് ആദ്യം സമീപിക്കുന്നത്. ഈ ആർക്കിടെക്റ്റാണ് ഇത് രൂപകൽപ്പന ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്ന അവരാണ്. അവർ ഇതിൻ്റെ കലാസൃഷ്ടികൾ, ഈ ഒരു ബിൽഡിങ് എങ്ങനെയായി തീരണം എന്ന് അവരുടെ മുന്നിൽ ഒരു ഇതുണ്ട്. അവർക്കറിയാം ഇത് എങ്ങനെ ചെയ്തു കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് സ്പേസ് പ്ലാൻ ചെയ്യുന്നത്, അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ഏതൊക്കെ സ്പേസ് എത്ര സ്ക്വയർ ഫീറ്റ് എങ്ങനെയൊക്കെ വേണം, ആ ലാൻഡിന് അനുയോജ്യമായിട്ട് ഡിസൈൻസ്, ഇതൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. അവർക്ക് അതിനുള്ള ഐഡിയ ഉണ്ട്. പിന്നെ ഈ നമുക്ക് എന്തായിരുന്നാലും ഫ്രീ ആയിട്ട് കിട്ടുന്ന വായു, ഈ പ്രകാശം, ഇതെല്ലാം വീട്ടിലുള്ളിലേക്ക് വരണം. ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്ന അവരാണ്. അപ്പോൾ അവർക്ക് അതിനുവേണ്ടി എക്സ്പീരിയൻസ്ഡ് ആണ് അവർ. പക്ഷേ ഇത് സൈറ്റിൽ എക്സിക്യൂഷൻ ചെയ്യുന്നത്, അത് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലൂടെ ഒരു സയൻസിലൂടെ ഇത് എക്സിക്യൂഷൻ ചെയ്ത് ഇത് ബിൽഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത് എഞ്ചിനീയറാണ്. അപ്പോൾ എഞ്ചിനീയറാണത് തീരുമാനിക്കുന്നത് ഇന്ന ഡിസൈൻ എന്തൊക്കെയാണ് ചെയ്യാതെ മെറ്റീരിയൽസിൽ. ഈ പറഞ്ഞ സ്റ്റീലിൻ്റെ ഡിസൈൻ, കോൺക്രീറ്റിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ചെയ്തിട്ട് ഇതിനെ ഒരു കെട്ടിടമാക്കി മാറ്റുന്നത്, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തിക്കൊണ്ട് ഒരു കെട്ടിടമായിട്ട് മാറ്റുന്നത്, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് എഞ്ചിനീയേഴ്സ്. അപ്പോൾ ഡിസൈനിങ് എപ്പോഴും ആർക്കിടെക്റ്റും ആയിരിക്കും. ഇത് എക്സിക്യൂട്ട് ചെയ്ത് ഇത് കൺസ്ട്രക്ഷൻ ചെയ്ത് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റുന്നത് ഒരു എഞ്ചിനീയർ ആയിരിക്കും. അതെ. നമ്മളിപ്പം ഒരു പ്ലോട്ട് വാങ്ങുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് ശരിക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, എന്തൊക്കെ ഫാക്ടേഴ്സ് അതിനകത്ത് കൺസിഡർ ചെയ്യണം? സിദ്ധാർത്ഥ്, ആക്ച്വലി ഒരു പ്ലോട്ട്, ഇപ്പം നമ്മളൊരു പ്ലോട്ട് വാങ്ങി, ഒരു പ്ലോട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. എന്തായിരുന്നാലും ഓഫ്കോഴ്സ് വീട് പണിയാനായിരിക്കും നമ്മൾ പ്ലോട്ട് വാങ്ങുന്നത്. അതെ. ഈ പ്ലോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ എന്തായിരുന്നാലും ഒരു 30, 40, 50 വർഷം നമ്മൾ അവിടെ സെറ്റിൽഡ് ആണ്. അതെ. അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്ലോട്ട് വാങ്ങേണ്ടത്. ഇപ്പോൾ താങ്കളൊരു പ്ലോട്ട് കണ്ടു,
ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ചില പ്ലോട്ടിന് റേറ്റ് കുറവായിരിക്കും. റേറ്റ് കുറവാണ് എന്നുള്ള ഒരു കാരണത്താൽ പ്ലോട്ട് സെലക്ട് ചെയ്യരുത്. പ്ലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ആദ്യം മണ്ണിൻ്റെ ഘടന നോക്കുക. അത് ഈ പറയുന്ന ലൂസ് സോയിലാണോ, അത് ലാറ്ററൈറ്റ് മണ്ണാണോ, അതോ ഇങ്ങനത്തുള്ള ഈ കരിമണ്ണ് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ പണ്ട് സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട്, കേരളത്തിലെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് പറയാം. അപ്പം മണ്ണിന് ബെയറിംഗ് കപ്പാസിറ്റി കുറവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഫൗണ്ടേഷൻ ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാൻഡിൻ്റെ ലാഭം കിട്ടുന്നത് അത് ഫൗണ്ടേഷനിൽ പോകും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അത് മാത്രം നോക്കിയിട്ട് പറ്റില്ല. ഇത് മണ്ണിൻ്റെ കാര്യം. പിന്നെ ഇത് ഒരു 2-3 കിലോമീറ്ററിനകത്ത് വെച്ച് സ്കൂൾ വരുന്നുണ്ടോ, ഹോസ്പിറ്റലുണ്ടോ, പോലീസ് സ്റ്റേഷനുണ്ടോ, പിന്നെ നമ്മുടെ ഈ പറഞ്ഞ ലൈനിലോട്ട് മീൻസ് പ്ലോട്ടിലോട്ട് വരുന്ന ഇലക്ട്രിക്കൽ ലൈൻ എങ്ങനെയാണ്, അത് 3 ഫേസ് വരുന്നുണ്ടോ, കാറ് കയറാനുള്ള സ്പേസ് ഉണ്ടോ, പിന്നെ നല്ല കുടിവെള്ളം കിട്ടുമോ. വെള്ളം ഓഫ് കോഴ്സ് വെള്ളം വേണം. പിന്നെ അതുപോലെ ചുറ്റിനുമുള്ള ആൾക്കാരുടെ കൾച്ചർ എന്താണ് അവിടുത്തെ ഒരു സിസ്റ്റം, എങ്ങനെയുള്ള ആൾക്കാരാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ നല്ല പ്രദേശം, ഈ നല്ല വെയിലടിക്കുന്ന സ്ഥലമാണോ അതോ കാറ്റ് വീശുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും. പിന്നെ മെയിനായിട്ട് റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് വാഹനങ്ങളുടെ പോയിട്ട് റോഡിൽ നിന്ന് പൊടിയൊക്കെ വരാനുള്ള സാധ്യത. കഴിഞ്ഞാൽ ചെറിയ റോഡ്, അതെ, ഒരുപാട് നമുക്ക് ദൂരോട്ട് പോയി കഴിഞ്ഞാൽ ഈ വണ്ടി വാഹനങ്ങൾ ഒരു നമുക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലിവിങ് സാധ്യത വരും. കുറച്ച് ഉള്ളിലോട്ടായാലും കുഴപ്പമില്ല. ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ നോക്കുക. ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്കൊരു പ്ലോട്ട് സെലക്ട് ചെയ്യാം. പിന്നെ ഡിപ്പെൻഡ്സ് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ബഡ്ജറ്റ് തന്നെയാണ് ഫസ്റ്റ് ചെയ്ത്. പിന്നെ ഒരാളുടെ പ്രിഫറൻസ് ഓക്കെ, നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ, ഈ പറഞ്ഞ പോലെ കുട്ടികളെ സ്കൂളിൽ വിടാൻ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ്, ഒരു പോലീസ് സ്റ്റേഷനിൽ പോകണം, ഒരു തപാൽ ഓഫീസിൽ പോകണം. അപ്പൊ ഇങ്ങനത്തെ കുറെ ഫാക്ടേഴ്സും കൂടെ നമുക്ക് കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഇതിലോട്ട് പ്ലോട്ട് തീരുമാനിക്കേണ്ടത്. ഓക്കെ സാർ, നമുക്കിപ്പം ഒരു വീട് പണിയുമ്പോഴത്തേക്കും അതിന് മുന്നേ ഇപ്പം എല്ലാ ഫേംസും ചെയ്യുന്നതാണ് 3D റെൻഡറിങ്. നമ്മുടെ ആ ഒരു ഈ ഫ്യൂച്ചർ വീട് നമുക്ക് നേരിട്ട് കാണാം. അപ്പം ശരിക്കും നമ്മൾ അങ്ങനെ കാണുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് പണിത് കിട്ടുമോ, അതോ അത് വെറും ഒരു നമ്മളെ ഒന്ന് മയക്കാൻ വേണ്ടി കാണിക്കുന്ന കൂട്ടത്ത് അങ്ങനത്തെ വല്ലതാണോ? ആക്ച്വലി എന്താ പറയാ, ആക്ച്വലി ഇത് 3D ചെയ്യും. നമുക്ക് പ്ലാന് കൺഫേം ആയി, പ്ലാന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് 3D ആണ്. ഈ 3D കൺഫേം ആയിട്ടാണ് കൺസ്ട്രക്ഷനിലോട്ട് കിടക്കുന്നത്. അതിൽ 3D ഉണ്ടെങ്കിൽ നമുക്ക് ബേസ് ഐഡിയ ഉണ്ട്. ഈ 3D വെച്ചിട്ടായിരിക്കും, ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കൺസ്ട്രക്ഷൻ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ ഓഫ്കോഴ്സ് എന്തായിരുന്നാലും പണി തീരുമ്പോൾ ഈ ബിൽഡർ ഏത് 3D ആണോ, അല്ലെങ്കിൽ നമുക്ക് ക്ലയൻറ്റ് ഏത് 3D ആണോ കൺഫേം ചെയ്തത്, ഈ 3Dക്ക് ആനുപാതികമായിട്ടായിരിക്കും അത് ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് വരേണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണോ അറിയാമല്ലോ. അപ്പോൾ പക്ക അതുപോലെ അല്ലെങ്കിലും അതുപോലെ തന്നെ മാക്സിമം വേണം. കാരണം നമുക്കൊരു പ്രൊഡക്റ്റ് എന്താ പറയുക, സിസ്റ്റത്തിൽ ചെയ്യുന്നതും അത് റിയാലിറ്റിയിൽ വരുമ്പോൾ ഉള്ള ചെറിയ വ്യത്യാസം. പിന്നെ ഇതിൽ തന്നെ നമുക്ക് എന്താ പറയുക, മാറ്റങ്ങൾ ഉണ്ടാവും. ഓഫ് കോഴ്സ് എന്തായിരുന്നാലും നമുക്ക് മാറ്റങ്ങൾ വരും. ഫോർ എക്സാമ്പിൾ പെയിന്റ്, ഇപ്പം 3Dയിൽ നിങ്ങൾ ഒരു ഗ്രേ ഷെയ്ഡ് ആയിരിക്കും കാണിക്കുന്നത്. പക്ഷേ ക്ലയൻറ്റിന് ചെയ്ത് വരുമ്പോൾ വേറെ എന്തെങ്കിലും ഐഡിയ കിട്ടിയാൽ ഓക്കെ ഗ്രേ ഷെയ്ഡ് വേണ്ട, നമുക്ക് വൈറ്റിലോട്ട് ഓഫ് വൈറ്റിലോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇത് ചേഞ്ച് ചെയ്യാൻ കഴിയും. പിന്നെ അതുപോലെ സ്ട്രക്ചർ എന്തെങ്കിലും ചെറിയ ഹാൻഡ് റെയിൽസ് മാറ്റിയിട്ട് വേറെ ഗ്ലാസ് ആയിട്ട് ഹാൻഡ് റെയിൽസ് കൊടുക്കുകയും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾക്ക് നമുക്ക് വരുത്താവുന്നതാണ്. പക്ഷെ ഒരിക്കൽ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതെ, നമ്മൾ ഈ വീട് പണിയുമ്പോൾ കേൾക്കുന്നതാണ് സിംഗിൾ ഫേസ് കണക്ഷൻ, 3 ഫേസ് കണക്ഷൻ. ഇപ്പം ആൾക്കാർ 3 ഫേസ് ആണ് കൂടുതലും എടുക്കുന്നത്. അവർക്കത് ചിലപ്പോൾ അവർക്ക് അറിഞ്ഞൂടായിരിക്കും, പക്ഷെ എന്നാലും ഓക്കെ എനിക്കറിയാമെന്നുള്ള 3 ഫേസ് എടുത്തത്, അതുകൊണ്ട് ഞാൻ 3 ഫേസ് എടുക്കും. ശരിക്കും ഈ 3 ഫേസ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമോ അല്ലെങ്കിൽ ലാഭമോ, ലൈക്ക് ഫ്യൂച്ചറിന് ശരിക്കും ഏതാണ് നല്ലത് എടുക്കുന്നത്? ആക്ച്വലി നിങ്ങൾക്ക് ഒരു 3 ബെഡ്റൂമുള്ള വീടാണ് സിദ്ധാർത്ഥ് പണിയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് 3 ഫേസിന് ആവശ്യമില്ല. കാരണം കണക്ഷൻ ലോഡ് ഒരു 5000 ഒക്കെ വരുമ്പോഴാണ് നമുക്ക് അതിലും കടന്നു പോകുമ്പോഴാണ് 3 ഫേസിലോട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഒരു 3 ബെഡ്റൂം ഉണ്ട്. 3 ബെഡ്റൂമിൽ 3 AC വയ്ക്കുമ്പോൾ ഒരു 1 ടണ്ണിൻ്റെ AC 3 ആയപ്പോൾ തന്നെ ഒരു 3000 കിലോവാട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈറ്റ്, ഫാന്, നമ്മുടെ TV, അങ്ങനെ അതൊക്കെ ചെറിയ വോൾട്ടേജ് വരും. അപ്പോൾ എന്തായിരുന്നാലും സാധാരണ ഒരു വീടിന് നമുക്ക് സിംഗിൾ ഫേസ് മതി. ഫ്യൂച്ചറിൽ നിങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറേ ചെയ്യുന്നുള്ളൂ, ഫസ്റ്റ് ഫ്ലോർ ഫ്യൂച്ചറിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ഫേസ് എടുക്കാം. കാരണം നിങ്ങൾ വീണ്ടും റിക്വയർമെൻറ്റ് നിങ്ങൾ കൂടുന്നുണ്ട്, മുകളിലോട്ട് മുറികൾ വരുന്നുണ്ട്, ബെഡ്റൂം വരുന്നുണ്ട്, AC ഉപയോഗം കൂടുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് 3 ഫേസ് എടുക്കാം. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ ചാർജിങ് ഇത് വരുന്നുണ്ടല്ലോ, വെഹിക്കിൾ വരുന്നുണ്ടല്ലോ, അതൊക്കെ ഇലക്ട്രിക്കൽ കാറൊക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 ഫേസ് നല്ലതാണ്. അതെ, ശരിക്കും തമ്മിലുള്ള വ്യത്യാസം എന്തുവാണ് സിംഗിൾ ഫേസും 3 ഫേസും? 3 ഫേസ് എന്ന് വെച്ചാൽ 3 ഫേസിൽ 3 ഫേസ് ഉണ്ടാവും. അപ്പോൾ 3 ഫേസ് ആകുമ്പോൾ ലോഡ് ആണ് നമ്മൾ കൂടുതൽ നോക്കുന്നത്. ലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ഫേസ് ആകുമ്പോൾ സിംഗിൾ ഫേസിന് ഒരു അപ് ടു നമുക്ക് ഈ പറഞ്ഞ പോലെ 5000 കിലോ വോൾട്ട് വരെ നമുക്ക്
യൂസ് ചെയ്യാൻ കഴിയും. പറ്റും. അതിന് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഈ വാൾട്ടേജ് വ്യതിയാനങ്ങൾ വരും. പ്രോപ്പറായിട്ട് നമ്മുടെ ഗാഡ്ജറ്റ്സ് ഒന്നും അല്ലെങ്കിൽ ടി വി പോലുള്ള മെയിൻലി ഫ്രിഡ്ജ് പോലുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ കഴിയില്ല. എപ്പോഴും പവർ ഡിമ്മായിരിക്കും. നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളതിനേക്കാൾ ഓവർലോഡ് നമ്മൾ കൊടുക്കുക. അപ്പം 3 ഫേസ് ആകുമ്പോൾ നമുക്ക് ഈ 3 ഫേസിൽ എന്താണ് 5000 കിലോ വാട്ടിന് മുകളിലോട്ടാണ് നമുക്ക് റിക്വയർമെൻറ്റ് വരുന്നത്. അതിനുള്ള രീതിക്ക് എന്ത് വേണോ ചെയ്യാൻ കഴിയും. ഓക്കെ. നമ്മളിപ്പോൾ ഒരു വീട് സിംഗിൾ ഫേസ് ഇട്ട് പണിതു, അത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴെങ്കിലും അത് 3 ഫേസിലോട്ട് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റും. പക്ഷെ മുന്നിൽ കണ്ടു അതിനുള്ള കോൺഡ്യൂട്ട് ഇട്ടിട്ട് അതിന് വേണ്ടിയുള്ള പ്രോപ്പർ ആയിട്ടുള്ള ചാനൽ മുന്നേ കണ്ടുകൊണ്ട് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരു ബിൽഡറെ തിരഞ്ഞെടുക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ ചോദിക്കണം, ഈ നമ്മുടെ കൊട്ടേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ എഗ്രിമെന്റിൽ ഈ പറഞ്ഞതുപോലെ 3 ഫേസ് ആണോ സിംഗിൾ ഫേസ് ആണോ ഉള്ളതെന്ന് ഓൾറെഡി ഉറപ്പുവരുത്തണം. ഓക്കെ. നമ്മളിപ്പോൾ പണ്ട് നോക്കിക്കഴിഞ്ഞാൽ വുഡിൻ്റെ ആയിരുന്നു ജനൽ മൊത്തം, പക്ഷെ ഇപ്പോൾ ആൾക്കാർ സ്റ്റീലും പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ശരിക്കും നമ്മൾ ഏതാണ് നല്ലത്? ഒരു ലോങ് ടേം നോക്കുകയാണെങ്കിൽ രണ്ടിനും പ്രോസ് ആൻഡ് കോൺസ് കാണും. അപ്പം അത് സാറൊന്ന് പറയാമോ? നമ്മൾ ഇതുവരെ ഒരു 5 വർഷത്തിന് അല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് ഇപ്പുറം വെച്ചിട്ടാണ് സ്റ്റീൽ വിൻഡോസുകൾ വന്നത്. അതെ. വുഡിൻ്റെ കാര്യം പറയാം, കേരളം ഒരു മിതോഷ്ണ മേഖലയാണ്. ചൂടും തണുപ്പും 6 മാസം വെയിലും 6 മാസം തണുപ്പ് എന്നുള്ള കാലാവസ്ഥയിലൊക്കെ ആയിരുന്നു മുന്നേ വന്നുകൊണ്ട്. ഇപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ഉടനെ മഴ പെയ്യുന്നു, പെട്ടെന്ന് അടുത്ത വെയിൽ വരുന്നു. അപ്പോൾ ഒരു ക്ലൈമറ്റ് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തടിയെ നല്ലപോലെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ തടിക്ക് എന്ത് പറഞ്ഞാലും ഒരു മാക്സിമം ഇപ്പോൾ നമുക്ക് തടി വെച്ചിട്ടുള്ള ജോയിനറി ജനലും വിൻഡോസ് ഡോർസൊക്കെയാണ് വെച്ച് കഴിഞ്ഞാലും കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ നമുക്ക് കാലത്തിനൊപ്പം സഞ്ചരിക്കുക എന്ന് പറഞ്ഞ പോലെ സ്റ്റീൽ വിൻഡോസാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, സ്റ്റീൽ ഡോർ ആൻഡ് വിൻഡോസ്. കാരണം വെച്ചാൽ ഇത് ടാറ്റയുടെ ക്വാളിറ്റിയുള്ള 16 ഗേജിൻ്റെ സ്റ്റീൽ വെച്ച് ചെയ്യുന്നതാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പെയിൻറ്റും മാറ്റി കൊടുക്കാൻ കഴിയുന്നു. അപ്പോൾ ലൈഫ് ലോങ് നോക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊരു മെയിൻ്റെനൻസ് വരുന്നില്ല എന്ന് നല്ല ബ്രാൻഡിൻ്റെ നല്ല മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. അതൊരു നമുക്ക് ലൈഫ് ലോങ് വാറണ്ടിയാണ് കമ്പനികൾ പറയുന്നത്. അപ്പോൾ തടിയെ അപേക്ഷിച്ച് എന്തുകൊണ്ട് ബെറ്റർ സ്റ്റീലായിരിക്കും. തടി മോശമെന്നല്ല, പക്ഷെ തടിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഒരു 20 വർഷം വരെയൊക്കെ കുഴപ്പമില്ല. അത് കഴിയുമ്പോഴത്തേക്കും അത് ഈ ക്ലൈമറ്റ് കണ്ടീഷൻ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ്. അതുപോലെ പഴയ പോലെയുള്ള തടി നല്ല പഴക്കമുള്ള ഒരു 40 വർഷം അല്ലെങ്കിൽ ഒരു 50 വർഷം പഴക്കമുള്ള ആഞ്ഞിലിയോ ഈ പറഞ്ഞ പ്ലാവോ തേക്കോ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഇനി തടിയുടെ മൂപ്പ് കുറയുമ്പോൾ ഒരു 20 വർഷത്തിന് താഴോട്ട് വരുമ്പോൾ പിന്നെ അതിന് സ്ട്രെങ്ത് കുറവായിരിക്കും. ഫ്യൂച്ചറിൽ നമുക്കത് സ്റ്റീൽ തന്നെയായിരിക്കും ബെറ്റർ. നമുക്ക് നല്ല ഇത്രയും മെറ്റീരിയൽസ് കിട്ടുമ്പോൾ സ്റ്റീൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. തടി പോലെ തന്നെ സ്റ്റീൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. അല്ല, ഡിസൈൻ വരെ നമ്മൾ ക്ലയന്റ് പറയുന്ന രീതിക്ക് തന്നെ നമുക്ക് അത് മേക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് നോക്കുന്നത് സ്റ്റീൽ വിൻഡോസ് അല്ല ഡോർസ് നോക്കുന്നതിന് സേഫ്റ്റി. ചില ക്ലയന്റുകൾ ഇപ്പം നമുക്കൊരു നെക്സ്റ്റ് ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ആ പ്രൊജക്റ്റിൽ വുഡ് ജോയിനറിയാണ് വെക്കുന്നത്. പക്ഷെ അവർ പറയുന്നു ഫ്രണ്ടും ബാക്കും നമുക്ക് എന്താ പറയുക സ്റ്റീൽ ഡോർ വയ്ക്കാൻ. അതെന്താണ് കൃഷിക്കാരൻ്റെ സെക്യൂരിറ്റി പർപ്പസ് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടും ബെറ്റർ സ്റ്റീൽ വിൻഡോസ് ആൻഡ് ഡോർസ് തന്നെയാണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും സ്റ്റീൽ വിൻഡോസിനും ഡോർസിനും. ഓക്കെ. നമ്മളിപ്പം ഒരു സൈറ്റിലെ പണിക്കാരും ഓഫീസിലെ ഡിസൈനേഴ്സും തമ്മിൽ നല്ല വ്യത്യാസം കാണും. അവരുടെ എല്ലാം എങ്ങനെ നോക്കിയാലും, അവരുടെ സ്കിൽസ് നോക്കിയാലും, അവരുടെ പഠിപ്പ് നോക്കിയാലും വ്യത്യാസം കാണും. ഇവർ തമ്മിൽ എങ്ങനെയാണ് ഒരു കോർഡിനേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമുക്ക് സൈറ്റിൽ കാര്യം ആദ്യം പറയാം. സൈറ്റിൽ എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കും, സൂപ്പർവൈസറോ ഫോർമാനോ അങ്ങനെ, അല്ലെങ്കിൽ ലേബേഴ്സ് ഓഫ് കോഴ്സ്. അപ്പോൾ ഇവരാണ് എക്സിക്യൂഷൻ ചെയ്യുന്നത്. ഇവർ ചെയ്യുന്ന വർക്കിനുള്ള വർക്കിംഗ് ഡ്രോയിങ്സുകൾ ഇഷ്യൂ ചെയ്യുന്നത് ഓഫീസിൽ നിന്നാണ്. അപ്പോൾ ഓഫീസിൽ ഡ്രോയിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്ലാനോ 3D എന്താണോ വേണ്ടത് അത് അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് വർക്കിംഗ് ഡ്രോയിങ് ആയിട്ട്. ഈ സമയം ഇത് നോക്കിയായിരിക്കും ഇത് ചെയ്യുന്നത്. ഇതിനിടയ്ക്കുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഓഫീസുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാം. ഡെയിലി ഒരു കോർഡിനേഷൻ ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഈ വർക്കുകൾ പൊളിച്ച പണികൾ വരാതിരിക്കും. കാരണം വെച്ചാൽ മിക്ക പണിയും നമുക്കൊരു എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് നമുക്ക് സൈറ്റിലേക്ക് നിൽക്കുന്ന സൈറ്റ് എഞ്ചിനീയറോ സൂപ്പർവൈസറായിട്ട് അത് ക്ലിയർ ചെയ്ത് പോകും. ഇവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എഞ്ചിനീയേഴ്സിന് എന്തെങ്കിലും ഡ്രോയിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവരായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം അവരാണല്ലോ ഇത് ഡിസൈൻ ചെയ്യുന്നത്. ആർക്കിടെക്ട് ഫേം ആയിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആർക്കിടെക്ട്സിനെ ചോദിക്കുക. അവരത് ഡെയിലി കോൺവെർസേഷൻ അല്ലെങ്കിൽ വീക്കിലി കോൺവെർസേഷൻ നല്ലതായിരിക്കും. ഒരു എലമെൻ്റ് ഒക്കെ കംപ്ലീറ്റ് ആയി അടുത്ത എലമെൻറ്റിലോട്ട് പോകുമ്പോൾ അതിൻ്റെ സ്റ്റീൽ ഡീറ്റെയിൽസ്, ബാക്കി കോൺക്രീറ്റ് ഡീറ്റെയിൽസ്, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അതിൻ്റെ ഡ്രോയിങ്സ് വാങ്ങി വെച്ചിട്ട് പണി സ്റ്റാർട്ട് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഇപ്പം ആദ്യം തന്നെ ഇവർ തമ്മിലൊരു മീറ്റിംഗ് ഡിസ്കഷൻ അങ്ങനെ പ്രോപ്പറായിട്ട്
പ്രോപ്പറായിട്ട് നമുക്ക് ആദ്യം നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് പ്ലാൻ ഡിസൈൻ ചെയ്തു. ഈ പറഞ്ഞ പോലെ 3D ഡിസൈൻ ചെയ്തു. ലോക്കൽ ബോഡിയായിട്ട് പഞ്ചായത്തോ ഒന്ന് നമുക്ക് പെർമിറ്റ് വാങ്ങി 3D ഡിസൈൻ ചെയ്തിട്ട് എക്സിക്യൂഷൻ ഒരു ബിൽഡറെ കണ്ടെത്തി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ചില ആൾക്കാർ അത് പറഞ്ഞപ്പോഴാണ് ചില ക്ലയൻറ്റുകൾ ഡിസൈനിങ് മാത്രം, നേരത്തെ പറഞ്ഞ പോലെ ഡിസൈനിങ് മാത്രം ഒരു ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. കൺസ്ട്രക്ഷൻ അവർക്ക് പരിചയമുള്ളതോ അവർക്ക് അല്ലെങ്കിൽ അവരുടെ ഏരിയയിൽ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ബിൽഡറിനെ ഏൽപ്പിക്കും. അതിനേക്കാൾ ബെറ്റർ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു ഫേമിനോ ഒരു ബിൽഡർ ലൈക്ക് സെയിം ഫേം തന്നെ ആകുമ്പോൾ ഇവർ തമ്മിലുള്ള കോർഡിനേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതെ ബെറ്റർ ആയിരിക്കും. വീക്കിലി മീറ്റിംഗ് ഉണ്ടായിരിക്കും, നല്ലതാണ്. അതുപോലെ നമുക്ക് വർക്കുകൾ ഈ പറഞ്ഞ പോലെ ക്ലയൻറ്റ് നമുക്ക് പ്രൊജക്റ്റ് കൺഫേം ആയി എഗ്രിമെൻറ്റിൽ കഴിച്ച് വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ക്ലയൻറ്റും ബിൽഡറുമായിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് എഗ്രിമെൻറ്റ് കാണിക്കുക, എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ, വർക്കിൻ്റെ മെത്തഡോളജി, വർക്ക് സ്പെസിഫിക്കേഷൻ, അതിലെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കും. കാരണം വെച്ചാൽ പിന്നെ ഇപ്പോൾ അത് പറയേണ്ട ആവശ്യം ഇല്ലെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ക്ലയൻറ്റിനെല്ലാം അറിയാം. ക്ലയൻറ്റ് നമ്മളോട് ചോദിക്കുന്നത് സ്റ്റീൽ 550D ആണോ, അല്ലെങ്കിൽ സിമെൻറ്റിന് ഗ്രേഡ് 43 ആണോ, അതോ 33 ആണോ, അത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ബ്രിക്കിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഇത്രയാണോ നമ്മോട് ചോദിക്കും. കാരണം ഈ സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായ കാലത്ത് അപ്പോൾ അവർക്കെല്ലാം അറിയാന്നുള്ളത് കുഴപ്പമില്ല. പിന്നെ രണ്ടാമത്തെ നമുക്ക് വർക്ക് ചെയ്യുന്ന നമ്മുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ എന്തായിരുന്നാലും ഇപ്പം നമ്മുടെ പ്രൊജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്തായിരുന്നു സൈറ്റ് എഞ്ചിനീയർ ആയിരിക്കും. പുള്ളിയുടെ മേൽനോട്ടത്തിലായിരിക്കും വർക്കുകൾ നടക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ കീഴിൽ ഒരു ഫോർമാനോ അല്ലെങ്കിൽ സബ് കോൺട്രാക്ടറോ ലേബേഴ്സോ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വർക്ക് എക്സിക്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നത് സൈറ്റ് എഞ്ചിനീയേഴ്സ് ആയിരിക്കും. സൈറ്റ് എഞ്ചിനീയേഴ്സിന് നമ്മൾ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ന വർക്ക് അല്ലെങ്കിൽ ഇന്ന രീതിക്കാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ക്വാളിറ്റി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഈ മെറ്റീരിയലാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കൂടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന കൺസ്ട്രക്ഷൻ ടീമിന് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിന് ഇത് കറക്റ്റ് അറിയാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു പ്ലിന്ത് ബീം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ സ്റ്റീലിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, സ്റ്റീൽ എങ്ങനെയാണ് റെയിൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് പണിക്കാർ എങ്ങനെ പറഞ്ഞു കൊടുക്കണം, ഈ ഷട്ടറിങ്ങിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, കോൺക്രീറ്റ് ദിവസം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ക്യൂറിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും നമ്മൾ സൈറ്റ് എഞ്ചിനീയേഴ്സ് അറിയാം. അവർ എക്സ്പീരിയൻസ്ഡ് ആണ്. അല്ലെങ്കിൽ ഒരു ഫ്രഷേഴ്സ് വന്നാൽ പോലും നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടായിരിക്കും അടുത്ത സൈറ്റുകളിലോട്ട് വിടുന്നത്. ഓക്കെ, ഒരു വീട് പണിയിൽ ഒരു ബിൽഡറിൻ്റെയും ക്ലയൻറ്റിൻ്റെയും ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? മാത്രമല്ല ക്ലയൻറ്റ് എപ്പോഴൊക്കെയാണ് ഇതിനകത്ത് ഇടപെടേണ്ടത്? ഒരു ബിൽഡറിൻ്റെ അടുത്ത് ഒരു ക്ലയൻറ്റ് വരികയാണ്. ക്ലയൻറ്റ് വരുന്ന അഫ്കോഴ്സ് അവർക്കൊരു നീഡുണ്ട്. വീട് പണി എന്നുള്ളൊരു നീഡ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ഫേമിനോടോ ഒരു ആർക്കിടെക്റ്റിനോടോ ഒരു എഞ്ചിനീയറോടോ വരുന്നത്. അപ്പോൾ അവരുടെ വ്യക്തമായിട്ട് അവരുടെ റിക്വയർമെൻറ്റ് പറയുക, വ്യക്തമായിട്ട് അവരുടെ ബഡ്ജറ്റ് പറയുക. അപ് ടു എനിക്ക് എൻ്റെ ബഡ്ജറ്റ് ഇത്രയാണ്, ഇതിനുള്ളിൽ എനിക്ക് ഇന്ന റിക്വയർമെൻ്റ് ഉണ്ട്, വ്യക്തമായിട്ട് ആർക്കിടെക്റ്റിനോട് പറയുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ചില കസ്റ്റമേഴ്സിനെ കണ്ടിട്ടുണ്ട്, ക്ലയൻറ്റിനെ കണ്ടിട്ടുണ്ട്. അവർ പറയും പുള്ളിക്കാരൻ്റെ സുഹൃത്ത് ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീട് ചെയ്തു, എനിക്ക് 2000 സ്ക്വയർ ഫീറ്റ് വേണം. പക്ഷേ പുള്ളിക്കാരൻ ചെറിയൊരു ഫാമിലി ആയിരിക്കും. ചിലപ്പോൾ ഒരു ഭാര്യയും ഭർത്താവ് ഒരു മകനെ കാണുള്ളൂ. അവർക്ക് 2000 സ്ക്വയർ ഫീറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നില്ല, 4 ബെഡ്റൂമിൻ്റെ ആവശ്യമുണ്ടോ വിത്ത് ഹോം തിയേറ്റർ റൂം, അതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ചെയ്യുന്നതിൽ പ്രശ്നമില്ല. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് അതിൻ്റെ നീഡ് വേണോ, അതിൻ്റെ ഈ ഒരു എന്തായിരുന്നാലും ഇതിൽ ക്യാഷ് പോകുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഫണ്ട് ചിലവാക്കി എനിക്കിത് ചെയ്യാൻ പറ്റുമോ, എനിക്ക് അതിനുള്ള സ്റ്റേബിൾ ആണോ, ഞാൻ ഓപ്പണായിട്ട് നമ്മളൊരു വക്കീലിനോട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഡോക്ടറിനോട് കാര്യങ്ങളെല്ലാം ഓപ്പണായിട്ട് പറയില്ലേ, അതുപോലെ തന്നെ ഒരു ആർക്കിടെക്റ്റിനോട് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ പറയുക. ഇതിനു വേണ്ടി എനിക്ക് ചിലവാക്കാൻ പറ്റുന്ന തുക ഇത്രയാണ്, എൻ്റെ റിക്വയർമെൻറ്റ് ഇത്രയാണ്, ഇത് ആദ്യം പോസിബിൾ ആണോ എന്ന് ചോദിക്കുക. പോസിബിൾ ആണെങ്കിൽ ആ ഏതൊക്കെ രീതിയിൽ നമുക്ക് പോസിബിൾ ആക്കി കൊണ്ടുവരാം. അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓക്കെ എനിക്ക് ഫണ്ടിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് ഈ ഏരിയ ഒരു സ്ക്വയർ ഫീറ്റ് കൂടുന്തോറും നമുക്ക് ഏരിയ റേറ്റ് മാറിക്കൊണ്ടിരിക്കുക. ഒരു സ്ക്വയർ ഫീറ്റ് പോലും കാർപ്പറ്റ് ഏരിയ വെറുതെ പോകാത്ത രീതിയിൽ മാക്സിമം നമ്മൾ ഡിസൈൻ ചെയ്ത മാക്സിമം ഏരിയ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ആർക്കിടെക്റ്റിന് അങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാനും കഴിയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞൊരു ആർക്കിടെക്റ്റിനെ കണ്ടു ഡിസൈനിങ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ അതിന് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക. പലതവണ 1, 2, 3, 4 റിവിഷൻ ചെയ്തതിന് ശേഷം ഒരെണ്ണം ഫിക്സ് ചെയ്യുക. വൺസ് നമ്മൾ ഫിക്സ് ചെയ്ത ശേഷം പിന്നെ ആ ലേഔട്ടിൽ ചേഞ്ചുകൾ വരുത്താതിരിക്കും. പിന്നെ ഈ പറഞ്ഞ ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ സിദ്ധാർത്ഥ പറഞ്ഞ പോലെ നമുക്ക് വുഡ് വേണോ അതോ സ്റ്റീലിലോട്ട് പോയാൽ മതി, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ബിൽഡിംഗ് മെറ്റീരിയൽസിനാണ് അവൈലബിൾ, അതിൻ്റെ റേറ്റ് എങ്ങനെയാണ്, അതൊക്കെ അന്വേഷിക്കുക. ഇതെല്ലാം ഒരു ഏകദേശം ഒരു പ്ലാൻ ഉണ്ടാക്കുക. അതനുസരിച്ച് എന്നിട്ട് ഇവരോട് പറയുക, നമ്മുടെ ബഡ്ജറ്റും പറഞ്ഞ്
ഈ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫേം നമുക്ക് വേണ്ടി നല്ലൊരു നമ്മൾ ചെയ്യുന്ന കസ്റ്റം മെയ്ഡ് ആയിട്ടാണ് എഗ്രിമെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഒരു കസ്റ്റമറെ നീഡ് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടായിട്ടുള്ള മെറ്റീരിയൽസും ഈ പറഞ്ഞ ബ്രാൻഡും കാര്യങ്ങളും നോക്കി, ആ ലേഔട്ട് നോക്കിയിട്ട് 3D ഓഫ് കോഴ്സ് 3D നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഫൈനലൈസ് ചെയ്ത് വെച്ചിട്ടായിരിക്കും നമുക്ക് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇതിലൊരു മാറ്റം വരുത്താൻ പാടില്ല. ഇതിൽ പിന്നെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ക്ലയൻറ്റിനാണ് നഷ്ടം. അപ്പോൾ അതെ, നമ്മൾ ലോക്ക് ചെയ്ത കാര്യങ്ങൾ അത് തന്നെയായിരിക്കണം എക്സിക്യൂഷൻ ചെയ്യുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ പ്രശ്നമില്ല. പിന്നെ ഈ പറഞ്ഞ ക്ലയൻറ്റ് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ക്ലയൻറ്റ് ഇപ്പോൾ നമുക്കൊരു നമ്മളെ ഒരു എന്താ പറയുക, ഒരു 8 മാസം അല്ലെങ്കിൽ ഒരു 10 മാസം വരെയുള്ള ഒരു ഡ്യൂറേഷൻ വരുന്നുണ്ട്. ഈ ഡ്യൂറേഷനകത്ത് വെച്ചിട്ടാണ് ഒരു വീട് പണി പൂർത്തിയാകുന്നത്. അപ്പോൾ ഈ മാസങ്ങളുടെ ഒരു ഇതുണ്ടാവും. അപ്പോൾ ഈ വർക്കുകൾ, നമ്മൾ കൊടുത്ത വർക്കുകൾ കറക്റ്റ് പേയ്മെൻറ്റ് കൊടുക്കുക. പേയ്മെൻറ്റ് ഷെഡ്യൂൾ ഓൾറെഡി നമ്മൾ രണ്ടുപേരും സംസാരിച്ചാണല്ലോ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത്. കറക്റ്റ് എഗ്രിമെൻറ്റ് പറയുന്ന മുറയ്ക്ക് തന്നെ പേയ്മെൻറ്റ് കൊടുക്കുക. ആ പേയ്മെൻറ്റ് സൈമൾട്ടേനിയസ്ലി അതിൻ്റെ കൂട്ടത്തിലൂടെ വർക്ക് പ്രോഗ്രസ് ആവുന്നുണ്ടെന്ന് കൂടെ നോക്കുക. ഫണ്ട് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന ഓരോ ഘട്ടത്തിലും പേയ്മെൻറ്റ് കൊടുക്കുന്നതനുസരിച്ച് വർക്ക് പുരോഗമിക്കുന്നുണ്ടെന്ന് വിലയിരുത്തുക. പിന്നെ കൂടാതെ ഈ പറഞ്ഞ കണക്ക് നമ്മൾ പ്ലാനിലുള്ള കാര്യങ്ങൾ തന്നെയാണോ ചെയ്യുന്നത്, ഏത് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉറപ്പിച്ച മെറ്റീരിയൽസ്, ബ്രാൻഡഡ് മെറ്റീരിയൽസ് തന്നെയാണോ യൂസ് ചെയ്യുന്നത്, വർക്കിൻ്റെ മെത്തഡോളജി അതുപോലെ തന്നെയാണോ, ഓഫ്കോഴ്സ് എന്താണ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ. പിന്നെ ഇതൊക്കെ ചെക്ക് ചെയ്യാൻ അവരുടെ സൈഡിൽ നിന്ന്, ബിൽഡറുടെ സൈഡിൽ നിന്ന് ഈ സൂപ്പർവൈസറോ സൈറ്റ് എഞ്ചിനീയറോ ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തുക. ഇതിൻ്റെ കൂട്ടത്തിൽ എഗ്രിമെൻറ്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ അവർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മെയിനായിട്ട് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ ഒരു സ്വപ്ന ഭവനം പൂർത്തിയാക്കാൻ ഈ ഒരു 8 മുതൽ 10 മാസം വരെ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഒരു ബിൽഡർ, അല്ലെങ്കിൽ ഞാനോ എന്നെ പോലുള്ള മറ്റു ബിൽഡറോ കാര്യങ്ങൾ. അപ്പോൾ അവരെ വിശ്വസിക്കുക, ആദ്യമായിട്ട് വിശ്വസിക്കുക, അവർക്കുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക വർക്ക് ചെയ്യാനുള്ള. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, കൺസേൺസ് ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക. പിന്നെ ഈ ചില ആൾക്കാർ നമ്മൾ എഗ്രിമെൻ്റ് പറഞ്ഞ് ഉറപ്പിച്ചിട്ട് പിന്നീട് വർക്ക് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു 70 രൂപ പെർ സ്ക്വയർ ഫീറ്റുള്ള ടൈൽസ്, വെർട്ടിഫൈഡ് ടൈൽസ് നമ്മൾ എഗ്രിമെൻറ്റിൽ പറഞ്ഞു, എഗ്രിമെൻ്റ് എഴുതി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് അത് അവർ പറയാം അവർക്ക് ആ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് 80യോ ഈ പറഞ്ഞ 90യോ ആ റേഞ്ചിലുള്ള ഇതിലോട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നാലും ബിൽഡർ സഫർ ആവും. അപ്പോൾ അവരെ സഫറിങ് ആകാത്ത രീതിയിൽ ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ നമ്മൾ ഒരിക്കൽ പറഞ്ഞു റേറ്റ് എല്ലാം, കാരണം ഇവരും സസ്റ്റെയിൻ ചെയ്ത് പോകണം. ഇവർ ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായിരുന്നാലും ഈ പ്രൊജക്റ്റ് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിരിക്കണം, അല്ലേ? അല്ലെങ്കിൽ ആർക്കും ഒന്നും വെറുതെ ചെയ്തു കൊടുക്കുക. ചെയ്യുന്ന വർക്ക് നീറ്റാണെന്ന് നോക്കുക, അത് പ്രോപ്പറാണോ നോക്കിയാൽ അതിൽ കള്ളത്തനം വരുത്തില്ലെന്ന് ഉറപ്പ് വരുത്തുക, ക്വാളിറ്റി ഉണ്ടാവും നോക്കുക. ഈ ബിൽഡറിനായാലും ഒരു കോൺട്രാക്ടറിനായാലും ഒരു മേസ്ത്രിക്കായാലും അയാളുടെ ഒരു എന്താ പറയുക, ഒരു ജീവിത മാർഗമാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അയാളുടെ ജീവിതം മുന്നോട്ട് പോകും. അപ്പോൾ ഒരാളെ നിങ്ങൾ എന്തായാലും ബിൽഡറെ വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ എഗ്രിമെന്റ് എഴുതി വർക്കുകൾ ഏൽപ്പിക്കുക. നിങ്ങളുടെ സ്വപ്ന ഭവനമാണ്, ഒരു സ്വപ്നത്തിന് ചുക്കാൻ പിടിക്കുന്ന ആൾക്കാരാണ് നമ്മളെപ്പോലെ ആൾക്കാർ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വിശ്വസിക്കുക. ഇതിനിടയ്ക്ക് ഈ ക്ലയൻറ്റിൻ്റെ കൂട്ടുകാർ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടു നമുക്ക് ഇങ്ങനെ ചെയ്താൽ പറ്റില്ല, അങ്ങനെ. അപ്പോൾ കോൺഫ്ലിക്റ്റുകൾ ഒരുപാട് വരും. അപ്പോൾ ആദ്യം വർക്ക് തുടങ്ങുന്നതിന് മുന്നേ സമാധാനപരമായി നിങ്ങൾക്ക് എന്തായിരുന്നാലും വീട് ഈ പറഞ്ഞ 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ അല്ല ചെയ്യുന്നത്, അടുത്തൊരു 40ഓ 50ഓ അല്ലെങ്കിൽ 2 തലമുറയ്ക്കോ ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നിങ്ങളുടെ മകളുടെ കല്യാണ ആലോചന, പ്രപ്പോസൽ, പയ്യനെ കുറിച്ച് തിരക്കില്ലേ, അതുപോലെ തന്നെ ഒരു ബിൽഡർ തിരഞ്ഞെടുത്തു, എല്ലാം ഒരു വിശ്വാസമാണല്ലോ എല്ലാം. ബിൽഡർ തിരഞ്ഞെടുത്തു, പിന്നെ അയാളോട് ഡിസ്കഷൻ ചെയ്യുക. 1, 2, 3 സിറ്റിങ്ങിലായിരിക്കും ഫൈനലൈസ് ആവുന്നത്. അതിൽ ഈ പറഞ്ഞ കണക്ക് റേറ്റിന്റെ കാര്യത്തിൽ ബാർഗെയിനിങ് വരാം. മെറ്റീരിയൽസ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഓരോ മെറ്റീരിയൽസ് ആയിട്ട് എല്ലാം റെഡിയാക്കി പറഞ്ഞ് പിന്നെ വർക്ക് തുടങ്ങിയിട്ട് പിന്നെ ഒരു സംശയത്തിന്റെ ഇത് ചെയ്യാൻ പാടില്ല. 2 കൂട്ടർക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാകും. അത് നിലവിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.